പല സെയിൽസ് എക്സിക്യൂട്ടീവ്സും മടുപ്പും മടിയും ആലസ്യവും കൊണ്ട് നമ്മുടെ കസ്റ്റമറെ നഷ്ടപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് പെർഫോമൻസിന് പകരം ചെറിയൊരു വർക്കായിട്ട്, ഹാർഡ് വർക്കായിട്ട് അവർ പലപ്പോഴും അവരുടെ സാലറിയിലും അതുപോലെ ഇൻസെൻറ്റീവിലും ഒക്കെ വളരെ താഴ്ന്ന നിലവാരം പുലർത്തുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സസ്പെക്റ്റ് എന്ന് പറയുന്നാൽ നമ്മൾ സംശയിക്കുകയാണ്, ആളെ കിട്ടുമോ, പ്രോസ്പെക്റ്റ് ആവുമോ എന്ന് പോലും അറിയില്ല. ഒരു 10 ഡിജിറ്റ് നമ്പറിൽ നിന്ന്, മൊബൈൽ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് പേര് പോലും ചോദിക്കേണ്ട ഗതികേടുണ്ടാവും സെയിൽസിൽ. അപ്പം ആ ഘട്ടത്തെ മാനസികമായി ക്ഷമയോടുകൂടി, കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആക്ഷനോടുകൂടി, പോസിറ്റിവിറ്റിയോടുകൂടി, വളരെ സ്മാർട്ടായിട്ടുള്ള എന്തൂസിയാസ്റ്റിക് ആൻഡ് എനർജറ്റിക് ഒരു ആക്ഷൻ തന്നെയാണ് ഇവരെ ആ സസ്പെക്റ്റിനെ പ്രോസ്പെക്റ്റ് ആക്കുന്നത്. ഈ പ്രോസ്പെക്റ്റിനെയാണ് നമുക്ക് ലീഡ്സായി ജനറേറ്റ് ചെയ്യേണ്ടത്. ഈ ലീഡ്സിനെ അടുത്ത ഘട്ടത്തിൽ ഒരു കസ്റ്റമറായിട്ട് കൺവേർട്ട് ചെയ്യും മാത്രം പോരല്ലോ, ആ കസ്റ്റമറെ പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടെക്നിക്കിലൂടെ സെയിൽസ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ എന്നെന്നും അയാളെ നമ്മുടെ കൂടെ കൊണ്ടുപോകുക എന്നുള്ള നടപടി. ഇവിടെ പലപ്പോഴും പരാജയപ്പെടുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഈ 5 ഘട്ടങ്ങളിലേക്ക് കടക്കുന്ന പല ഘട്ടങ്ങളിലും നമ്മൾ ഒഴിവായി പോവുക, നമ്മൾ വിട്ടുകളയുക എന്നുള്ളത്. ഈ വിട്ടുകളയൽ തന്നെയാണ് സെയിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം.